സാറിനാ സ്കൂട്ടർ ഓടിക്കാൻ ഞാൻ പഠിപ്പിക്കണമെന്ന് നടന്നത് തന്നെ. സാർ പോയി വേറെ ആളെ നോക്ക്. ഉത്തമ, അങ്ങനെ പറയരുത്. ഇനിയിപ്പോ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാതെ ആഫീസിലേക്ക് ചെല്ലുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്ഥലം മാറ്റമാണെന്ന് തോന്നുന്നത്. സ്ഥലം മാറിപ്പോയിട്ട് എന്തോന്ന് കാര്യം? പുതുതായിട്ട് ചെല്ലുന്ന വില്ലേജ് ഓഫീസിൽ ഈ കാഞ്ചന സാറിനെ പോലുള്ള ആളുകൾ കാണൂലേ, അവര് കളിയാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ സ്കൂട്ടറും കാറും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് സ്ഥലം മാറ്റം കിട്ടണം. അങ്ങനെ ഒരു സ്ഥലം ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ചന്ദ്രൻ, ചൊവ്വ തുടങ്ങിയ സ്ഥലങ്ങളേ ഉള്ളൂ. പക്ഷെ അവിടെ വില്ലേജ് ഓഫീസില്ലേ സാറേ, പിന്നെ എന്തു ചെയ്യും? ഉത്തമ, ഒരു അത്യാവശ്യം പറയുമ്പോ കളിയാക്കരുത്. ആരെന്ത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കും എന്നാണല്ലോ ഉത്തമ പറഞ്ഞു നടക്കാറുള്ളത്. എന്നിട്ടെന്താ ഈ സഹായം ചെയ്യാത്തത്? അയ്യോ, ഈ സഹായം ഞാൻ ഒരിക്കൽ ചെയ്തതാണ്. അന്ന് എന്റെ ഈ സ്കൂട്ടർ വാങ്ങിച്ചോണ്ട് സാർ ഒരു പോക്ക് പോയത് ഇപ്പോഴും എന്റെ കണ്ണിൽ തന്നെ ഇരിപ്പുണ്ട്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സ്റ്റേറ്റ് ബാങ്കിലെ ഗംഗാധര സാറിന്റെ വയസ്സായ തന്തയും കൊണ്ട് സാർ അവരുടെ വീട്ടിലെ കിണറ്റില് പ്ലക്കോ എന്ന് പറഞ്ഞോണ്ട് വീണ്. അന്ന് എനിക്ക് സാറേ ഇങ്ങോട്ട് അന്ന് എനിക്കുണ്ടായ നഷ്ടം എത്രയെന്ന് അറിയാമോ? അറിയാം. സ്കൂട്ടർ നന്നാക്കാൻ 3680 രൂപ അത് ഞാൻ തന്നു. ഗംഗാധര സാറിന്റെ അച്ഛന്റെ ആശുപത്രി ചെലവ് 9810 രൂപ. അതിൽ 5000 രൂപ ഞാനാണ് കൊടുത്തത്. പിന്നെന്താ? അത് പോരല്ലോ, സ്കൂട്ടർ കിരട്ടി വീണപ്പോ പെട്രോൾ ടാങ്ക് പൊട്ടി കിരട്ടിലെ വെള്ളത്തിൽ പെട്രോൾ കലർന്നെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ചെലവില് ഗംഗാധര സാറ് കിണർ വൃത്തിയാക്കിച്ചു. രൂപ 1400 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയി. വണ്ടിയാകുമ്പോ അപകടം പറ്റും. പുതിയ സംഭവമൊന്നുമല്ലല്ലോ. ഓഹോ, അബദ്ധം പറ്റി ഒരപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതങ്ങനെ ആയിരുന്നോ? ഉടനെയും കൊണ്ട് പോവുകയായിരുന്നല്ലോ കിരട്ടിലേക്ക്. എന്ത് ആലോചിക്കുന്നു സാറേ? വണ്ടി സ്റ്റാർട്ടാക്കാൻ പഠിപ്പിച്ചപ്പോഴേ സാറ് വണ്ടിയും കൊണ്ടൊരൊറ്റ പോക്കങ്ങ് പോയി. കാര്യം സാർ BSc കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ആളാണല്ലോ. ഉത്തമ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ഉത്തമ എന്നെ ഈ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക. നല്ല ഫീസ് തരാം. 2 രൂപയല്ലേ? നല്ല ഫീസല്ല, അമ്പിളിയമ്മാവനെ പിടിച്ചു തരാന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിന് ഞാനില്ല. സാറിനെ പോലെ വളരെ ബുദ്ധിയുള്ള ഒരാളിനെ സ്കൂട്ടർ ഓടിപ്പിക്കാൻ ഞാൻ വളർന്നിട്ടില്ല. ഉത്തമ, അവസരം ചൂഷണം ചെയ്തത്. എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് നന്ദികേടാ. ഉത്തമൻ ഓരോരുത്തരുടെ ഓരോ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി എന്റെ ഓഫീസ് പണിയിൽ വരുമ്പോ ഞാനത് ചെയ്തു തരാറില്ലേ? അയ്യോ, എങ്ങനെ? ഏതെങ്കിലും ഒരു കടലാസിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ചാ സാർ എന്നെ തെക്കെന്നും വടക്കെന്നും പറഞ്ഞ് ഓടിച്ചിട്ട് കഷ്ടപ്പെടുത്തൂലേ? സാറ് എന്തോ സാറ് എനിക്ക് തരുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ ഏത് ഓഫീസർക്ക് ന്യായമായിട്ട് തരാമെന്നുള്ളതേ ഉള്ളൂ. സാറേ, ഞാൻ വേണമെങ്കിൽ കുന്നും പുറത്ത് ഉസ്മാന്റെ പോത്തിനെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കാം. പക്ഷെ സാറിനെ പഠിപ്പിക്കൂല. കാരണം പോത്തിന് നമ്മൾ പറയുന്നത് വല്ലപ്പോഴെങ്കിലും മനസ്സിലാവും. സാറിനൊന്നും മനസ്സിലാവേയില്ല. മനസ്സിലായാലും സാർ അത് വക വയ്ക്കുകയില്ല. എന്നെ വിട്ടേക്ക്. ശരി, ഇപ്പൊ പറഞ്ഞതിന് ഉത്തമൻ അനുഭവിക്കും. ഓരോരുത്തരുടെ ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും വാങ്ങാനായിട്ട് നീ ഓഫീസിലേക്ക് വാ. ശരിയാക്കി തരേ. എടുത്ത് മാറ്റി കുന്നറ. അതവിടെ ഇരിക്കുന്ന സാറിനെന്ന് തോന്നുന്നു. അഹങ്കാരികൾ. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല. ഇത്രയും റിസ്ക് ഉള്ള പണിക്ക് ഞാനില്ല. എനിക്ക് ജീവന് കൊതിയുണ്ട്. കഴിഞ്ഞ തവണ ഗംഗാധര സാറിന്റെ കിണറ്റിൽ വീണതിന് തീർന്നു. അടുത്ത തവണ പാണ്ടിലോറിയുടെ അടിയിലായിരിക്കും ചെന്ന് കയറാൻ പോണത്. റോട്ടിനെ സ്റ്റിക്കർ ഇളക്കി എടുക്കും പോലെ ഇളക്കി എടുക്കേണ്ടി വരും. ഞാൻ ഇല്ലേ സാറ്? നാട് വിറപ്പിക്കുന്ന വില്ലേജ് ഓഫീസറാണ്. ലോകത്തറിയാത്തതായിട്ടൊന്നുമില്ല. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ചോദിച്ചാൽ മില്ലിമീറ്റർ തെറ്റാതെ പറഞ്ഞും കളയും. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേരും മേൽവിലാസവും പ്രായവും ജാതകവും പോലും അറിയാം. പക്ഷെ ഒരു സ്കൂട്ടർ ഓടിക്കാൻ അറിഞ്ഞൂടാ. സ്കൂട്ടർ ഓടുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവും എന്നുള്ളത് സമ്മതിക്കാം. പക്ഷെ ഒരു അത്യാവശ്യത്തിന് മാത്രം സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നതുകൊണ്ട് എന്താ ദോഷം? പെട്ടെന്നൊരാവശ്യം വന്നു, ഒന്ന് ആശുപത്രി പോണം. സ്കൂട്ടർ ഓടിക്കാൻ അറിയുമെങ്കിൽ അത് നടക്കില്ലേ? പക്ഷെ പഠിക്കൂല. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ ദൂരം കൂട്ടാനോ കുറയ്ക്കാനോ സൂര്യനിൽ നിന്നുള്ള ചൂട് കുറയ്ക്കാനോ നമ്മളെ കൊണ്ടാവുകയുമില്ല. ചുരുക്കി പറഞ്ഞ
അറിയേണ്ടതൊന്നും സാറിന് അറിഞ്ഞൂടാ. അറിഞ്ഞിട്ട് പ്രയോജനമില്ലാത്ത സകല കാര്യങ്ങൾ സാറിന് അറിയാൻ ചെയ്യാം. നിന്റെ പറച്ചിലേട്ടത്തൊന്നും വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമൊന്നും. അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ വലുത് KSRTC ഡ്രൈവർ ആയിരിക്കുമല്ലോ. നല്ല ഒന്നാന്തര ന്യായം. ആഫീസിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ വായിലിരിക്കുന്ന മുഴുവനും കേട്ടിട്ട് ഒരു നാണവുമില്ലാതെ വന്നിട്ടും വർത്താനത്തിന് ഒരു കുറവില്ല. സത്യം പറഞ്ഞ ഇപ്പൊ എനിക്കാണ് നാണക്കേട്. ആ കാഞ്ചന സ്വയംപ്രഭ ഇനി ഞാൻ കാണുമ്പോ എങ്ങനെ മുഖത്ത് നോക്കുന്നത്? നീ എന്തിനാ അവരുടെ മുഖത്ത് നോക്കുന്നത്? മോഹനേട്ടാ, അവരെന്നെ വഴി വെച്ച് കണ്ടാലും കളിയാക്കിച്ചിരിക്കില്ലേ? എന്നെ കാണുമ്പോ അവര് പറയുന്നത് എന്തായിരിക്കും? സ്കൂട്ടർ പോലും ഓടിക്കാൻ അറിയാത്ത മോഹനകൃഷ്ണന്റെ ഭാര്യ ഇതാ പോകുന്നത് പറയില്ലേ? അങ്ങനെയൊക്കെ പറയോ? പറയും. ഇന്നത്തെ സംഭവം തന്നെ ആലോചിച്ച് നോക്കിയേ. കാഞ്ചനെ സ്വയംപ്രഭേ മോഹനേട്ടന്റെ കീഴുദ്യോഗസ്ഥരാണ്. മോഹനേട്ടനെ ബഹുമാനിക്കേണ്ട ആളുകൾ. എന്നിട്ടും അവരിന്ന് മോഹനേട്ടനെ കളിയാക്കി. എന്തുകൊണ്ടാ? വലിയ വായിൽ വർത്താനം പറയുന്ന മോഹനേട്ടന് ചെറിയ കാര്യങ്ങൾ അറിയില്ല എന്നതുകൊണ്ട്. ഈ ഒരൊറ്റ കാര്യമല്ലേ ഉള്ളവർക്ക് മോഹനേട്ടനെ കളിയാക്കാൻ? അല്ല, മോഹനേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ച ആ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുന്ന ആ രംഗം. പെമ്പിള്ളേരൊക്കെ കിടക്കി പോലെ. പിന്നെ ഈ ജന്മം അവർക്ക് മോഹനേട്ടനെതിരെ ഒരക്ഷരം ഇണ്ടാൻ പറ്റുമോ? പഠിക്കാൻ ഞാൻ തീരുമാനിച്ചതാ, പക്ഷേ പഠിപ്പിക്കാൻ ഉത്തമൻ തയ്യാറല്ല. അല്ല, എനിക്കറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കാം. ഈ ഉത്തമന് മാത്രമേ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കാൻ അറിയുള്ളൂ? അല്ലെങ്കിൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോണം. അതൊക്കെ ഭയങ്കര ചെലവാ. മാനം പോകാൻ നേരത്ത് ബിസിക്കിന് ഒരു കുറവില്ല. ഒരു കാര്യം ചെയ്യാം, ഒറ്റ പൈസ മുടക്കാതെ ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു വഴിയുണ്ടെങ്കിലോ? അങ്ങനെ ഒരു വഴിയോ? അതേത് വഴി? മോഹനേട്ടനെ ഞാൻ പഠിപ്പിക്കാം. നീയോ? എനിക്കെന്താ കുഴപ്പം? നീയൊരു പെണ്ണല്ലേ? പെണ്ണുങ്ങളടുത്ത് നിന്നൊക്കെ ഡ്രൈവിംഗ് പഠിക്കാന്ന് വെച്ചാ ദുരഭിമാനം. മോഹനേട്ടാ, സ്കൂട്ടറിന് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. ഓടിക്കുന്നത് ആണായാലും പെണ്ണായാലും ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും ടയറും ഹാൻഡിലും ഒക്കെ ഒന്ന് തന്നെയാണ്. വണ്ടിക്ക് അറിയില്ല ഓടിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന്. എന്നാലും ഒരെന്നാലും ഇല്ല. മോഹനേട്ടൻ കോളേജ് പഠിച്ചപ്പോ അവിടെ പെണ്ണുങ്ങൾ ടീച്ചർമാരില്ലായിരുന്നോ? പിന്നെ ആ, എടി ഡിഗ്രി ഫൈനൽ ഇയറിന് എന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചന്ദ്രല ടീച്ചറിലായിരുന്നോ? അപ്പോ പെണ്ണുങ്ങളുടെ അടുത്തുനിന്ന് കെമിസ്ട്രി പഠിക്കാം, ഡ്രൈവിംഗ് പഠിച്ചൂടാ? മോഹനേട്ടാ, കാഞ്ചനയുടെ സ്വയംപ്രഭയുടെ മുന്നിൽ പരസ്യമായി നാണം കെടുന്നതിൽ നല്ലതല്ലേ എന്റെ അടുത്തുനിന്ന് വലുതും പഠിക്കുന്നത്? ഞാൻ മോഹനേട്ടന്റെ ഭാര്യയല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ നിനക്ക് പഠിപ്പിക്കാൻ അറിയാമോ? എനിക്ക് ഓടിക്കാൻ അറിയാം. ആ അറിവ് മതി പഠിപ്പിക്കാനും. ആണോ? നമ്മുടെ നാട്ടിലെ BEd കോളേജിലൊന്നും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല. എന്തു പറയുന്നു? ഞാൻ പഠിപ്പിക്കട്ടെ? വയസ്സുള്ള പിള്ളേര് ബൈക്ക് ഓടിച്ച് നടക്കുന്ന കാലത്ത് അതൊന്നും അറിയാത്ത ഒരു വില്ലേജ് ഓഫീസർ പുറത്തിറങ്ങിയാലേ നാണക്കേടാ സാറേ. എന്താന്നും പറയാതെ? അതിപ്പോ നിനക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആവട്ടെ, പക്ഷെ ഇത് നിനക്ക് വേണ്ടി മാത്രാ. എന്താ നോക്കുന്നത്? നീയല്ലേ പറഞ്ഞത് എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാത്തതിന്റെ മോശം നിനക്കാണെന്ന്? എന്റെ പൊന്നെ, സമ്മതിക്കണം. ഈ ദുരഭിമാനം കണ്ടുപിടിച്ചത് മോഹനേട്ടനാണല്ലേ? ചില കാര്യങ്ങൾ ദോഷമാണെങ്കിൽ കൂടി അത് പഠിക്കാതിരിക്കാൻ പറ്റില്ല എന്നതാണ് ഇപ്പോഴത്തെ നാട്ടുനടപ്പ്. ആള് മോഹനകൃഷ്ണൻ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റുകൊടുത്തും ശീലമില്ല. അങ്ങനെ വർഷങ്ങളുടെ വാശിപ്പെടുത്തതിന് ശേഷം സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാൻ വില്ലേജ് ഓഫീസർ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കഥയാണ് ഇനി കാണാനും കേൾക്കാനുമുള്ളത് എന്നതുകൊണ്ട് നാളെ രാത്രി 9 മണിവരെ കാത്തിരുന്ന് ആ കളി കാണുകയും കേൾക്കുകയും ചെയ്യുക.